എല്ലാവർക്കും ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സിലേക്ക് സ്വാഗതം. സിവിൽ സർവീസും ഇന്ത്യൻ ഭരണഘടനയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, ഇന്ത്യയിലെ ഭരണം അല്ലെങ്കിൽ ഭരണ സംവിധാനം ഉറപ്പായിട്ടും ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ 14ാമത്തെ ഭാഗത്തിലാണ് സിവിൽ സർവീസിനെ കുറിച്ച് അല്ലെങ്കിൽ പബ്ലിക് സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 308 തൊട്ട് 314 വരെ. ഇതാണ് പബ്ലിക് സർവീസുകളുമായി ബന്ധപ്പെട്ട്, കോമൺ ആയിട്ട് പറഞ്ഞാൽ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള അനുച്ഛേദങ്ങൾ. ഇതിലെല്ലാ അനുച്ഛേദമൊന്നും നമ്മൾ PSC പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് പോകണ്ട. എന്നാൽ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ ഭാഗം എത്രയാണ്? ഉറപ്പിച്ചൊന്ന് മനസ്സിൽ പറഞ്ഞേ, 14. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ഭാഗം ഏതാണ്? 14. ആർട്ടിക്കിൾ 308 മുതൽ 314 വരെ. ഓക്കെ, പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ 309, അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ 14ാമത്തെ ഭാഗത്തിലുള്ള 309 എന്ന വകുപ്പ്. നമുക്ക് വെറുതെ നോട്ട് വായിച്ചു പോകുന്നതിന് പകരം 309 എന്താണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വരുന്ന സംവിധാനമാണ്. അങ്ങനെയാണെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം, സേവനം, വേതനം, 3 കാര്യങ്ങളാണ് ഞാൻ എഴുതിയത്, തെറ്റിക്കരുത്. നിയമനം, സേവനം, വേതനം. ഈ നിയമന, സേവന, വേതനവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യൻ പാർലമെന്റിനെയും സംസ്ഥാനത്തെ നിയമസഭകൾക്കും അധികാരം കൊടുക്കുന്ന വകുപ്പാണ് 309. അപ്പൊ ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറയാം, ക്ലാസ് കേട്ട് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു വെച്ചോളണം. 309 എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് സിവിൽ സർവീസ് ഉണ്ടല്ലോ ഇന്ത്യയിൽ, അതാണല്ലോ നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടും സേവനവുമായി ബന്ധപ്പെട്ടും വേതനവുമായി ബന്ധപ്പെട്ടും നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും അധികാരം നൽകുന്ന വകുപ്പാണ് 309. തെറ്റിക്കല്ലേടെ, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ പാർലമെന്റിനും അധികാരം നൽകുന്നു, സംസ്ഥാന നിയമസഭകൾക്കും അധികാരം നൽകുന്നു. പക്ഷെ പാർലമെന്റ് നിയമം നിർമ്മിക്കുന്നത് ഏതൊക്കെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട്? ഓൾ ഇന്ത്യ സർവീസും സെൻട്രൽ സർവീസും. ക്ലിയർ ആണ്. നിയമസഭ നിയമം നിർമ്മിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ട്? സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട്. അപ്പോ കേന്ദ്ര അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസുകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ നിയമന, സേവന, വേതന വ്യവസ്ഥകളെ കുറിച്ച് നിയമം നിർമ്മിക്കാൻ പാർലമെന്റിനും സംസ്ഥാന സർവീസുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ നിയമന, സേവന, വേതന വ്യവസ്ഥകളെ കുറിച്ച് നിയമം നിർമ്മിക്കാൻ നിയമസഭകൾക്ക് അധികാരം കൊടുക്കുന്ന വകുപ്പാണ് 309. തെറ്റിക്കരുത്. 310 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിൾ 310. തെറ്റിക്കല്ലടെ, 310 എന്തുമായി ബന്ധപ്പെട്ടു? സേവന കാലാവധി. 310 എന്താണ്? കാലാവധി. 311 വളരെ ഇമ്പോർട്ടന്റ് ആണ്. സേഫ് ഗാർഡ്, ഞാൻ ചുരുക്കിയാണ് എഴുതുന്നത്. സേഫ് ഗാർഡ് ടു സിവിൽ സർവന്റ് എന്നറിയപ്പെടുന്ന വകുപ്പാണ് 311. സേഫ് ഗാർഡ് ടു സിവിൽ സർവന്റ്. ശ്രദ്ധിച്ചേ. സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ, ടു സിവിൽ സർവന്റ് എന്ന് പറഞ്ഞാൽ സിവിൽ സർവൻസിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് 311. അതെന്തുകൊണ്ടാണ് സിവിൽ സർവൻസിന്റെ സേഫ് ഗാർഡ് എന്ന് അറിയപ്പെടുന്നത്? സിമ്പിൾ ആണ്, ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ അന്യായമായ അച്ചടക്ക നടപടി എടുക്കുന്നതിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചു നിർത്തുന്ന വകുപ്പാണ് 311. എന്ന് പറഞ്ഞാൽ, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ എനിക്കെതിരെ അന്യായമായ നടപടികൾ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കവചമാണ് 311 എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ആരാണോ അപ്പോയിന്റ് ചെയ്തത്, അയാൾക്ക് താഴെ റാങ്കിലുള്ള ഒരാൾ ഒരിക്കലും എനിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണ്? അതായത് എന്നെ അപ്പോയിന്റ് ചെയ്തത് ആരാണോ അയാൾക്ക് മാത്രമേ എന്നെ സർവീസിൽ നിന്ന് പുറത്താക്കാനും അച്ചടക്ക നടപടി സ്വീകരിക്കാനും കഴിയുള്ളൂ. പക്ഷെ അയാൾക്ക് താഴെയുള്ള ഒരു റാങ്കുകാരൻ എന്നെ പുറത്താക്കിയാൽ അത് നിയമപരമായി നിലനിൽക്കില്ല. ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്, അതൊരു പ്രൊട്ടക്ഷനായിട്ട് നമ്മുടെ സിവിൽ സർവൻസിന് കൊടുക്കുന്നതാണ്. ഉദാഹരണം, ഒരു കോളേജിലെ അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് പ്രിൻസിപ്പാളാണെന്ന് വിചാരിക്കും. പ്രിൻസിപ്പാളാണ് എന്നെ അപ്പോയിന്റ് ചെയ്തത്, ഞാനൊരു LD ക്ലർക്കാണ്. പക്ഷെ ഞാൻ എൻ്റെ ജോലിയിൽ വീഴ്ച വരുത്തിയപ്പോൾ എന്നെ ആ സർവീസിൽ നിന്ന് ഒരു സീനിയർ സൂപ്രണ്ട്, അതായത് പ്രിൻസിപ്പളിൻ്റെയൊക്കെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, പക്ഷെ എൻ്റെ മേളിലാണ്, എന്നെ സീനിയർ സൂപ്രണ്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. അങ്ങനെ ഒരിക്കലും പിരിച്ചുവിടാൻ പറ്റില്ല. നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാണോ അയാൾക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിരിച്ചുവിടാൻ കഴിയുകയുള്ളൂ. അത് നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷനാണ്. ഇങ്ങനെയുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള അന്യായമായ അച്ചടക്ക നടപടി, തരം താഴ്ത്തൽ, പിരിച്ചുവിടൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്ന ആർട്ടിക്കിളാണ് 311. തെറ്റിക്കില്ല. അപ്പം സേഫ് ഗാർഡ് ടു
സിവിൽ സർവൻസ് എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് 311. തെറ്റിക്കല്. 312 നമ്മൾ പഠിച്ചു. ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ് ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 312 ഓൾ ഇന്ത്യ സർവീസ് നിങ്ങളുടെ ഒരു മാർക്കാണ്. ഓൾ ഇന്ത്യ സർവീസ് 312. അതിൽ 312A പറയുന്നു ഇന്ത്യയുടെ പാർലമെന്റിന് പുതിയൊരു ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കാൻ കഴിയും, ഇൻക്ലൂഡിംഗ് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ്. പക്ഷേ ഇതുവരെയും ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് രൂപീകരിച്ചിട്ടില്ല. പക്ഷെ ഭരണഘടനയിൽ പറയുന്നുണ്ടോന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്. അതാണ് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ്. 312B പറയുന്നു IPSഉം IASഉം ഇന്ത്യയുടെ ഓൾ ഇന്ത്യ സർവീസുകളാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട അനുച്ഛേദങ്ങൾ. 309, 310, 311, 312. തെറ്റിക്കല്ലേടെ പരീക്ഷയ്ക്ക് ചോദിക്കും, തെറ്റിക്കേ ചെയ്യരുത്. ശരി, അപ്പോൾ നമുക്കിനി നോട്ടിലോട്ട് പോകും. നോട്ട് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ മെൻറ്ററിന് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മറുപടി തരാം. കാരണം ഇതൊരു കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മേഖലയാണ്. ശ്രദ്ധിച്ചോളേ. യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകൾ 308 മുതൽ 314. ശ്രദ്ധിച്ചോ. ആർട്ടിക്കിൾ 309 പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. നോട്ട് ശ്രദ്ധിക്കുക. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്ക് കീഴിലുള്ള പൊതുസേവനങ്ങളിലേക്കും തസ്തികകളിലേക്കും നിയമിതരായ വ്യക്തികളുടെ റിക്രൂട്ട്മെന്റിന്റെയും സേവന വ്യവസ്ഥകളും നിയന്ത്രിക്കാൻ പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്ക് അധികാരം നൽകുന്ന വകുപ്പാണ് 309. അതായത് ചുരുക്കത്തിൽ നിങ്ങളുടെ തലയിൽ കയറാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. സിവിൽ സർവൻസിന്റെ നിയമന സേവന വേതന വ്യവസ്ഥകളെ കുറിച്ച് നിയമം നിർമ്മിക്കാനുള്ള അധികാരം പൂർണ്ണമായും പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും നിക്ഷിപ്തമായിരിക്കുന്നു. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ സർവീസിലെയും കേന്ദ്ര സർവീസിലെയും ജീവനക്കാർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ പാർലമെന്റിനും സംസ്ഥാന സർവീസിലെ ജീവനക്കാർക്കുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സംസ്ഥാന നിയമസഭകൾക്കും പാസ്സാക്കാം. 309 തെറ്റിക്കരുത്. ശരി. 310 എന്താണ് പറയുന്നത്? യൂണിയന്റെയോ സംസ്ഥാനത്തിന്റെയോ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധി സംബന്ധിക്കുന്നതാണ് 310. പരീക്ഷയ്ക്ക് ചോദിക്കും. 311 വളരെയധികം കോൺസെൻട്രേറ്റ്. ഞാൻ ഇന്ന് ഈ സെഷനിൽ പഠിപ്പിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. തെറ്റിക്കല്ലേ, മാർക്കാണ്. സേഫ് ഗാർഡ് ടു സിവിൽ സർവൻസ്. കൃത്യമായി നോക്ക്. സിവിൽ പദവികളിലുള്ള ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ 311 പറയുന്നത്. എന്താണ് പറയുന്നത്? സിവിൽ ഉദ്യോഗസ്ഥർക്ക് അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഏകപക്ഷീയമായ പിരിച്ചുവിടലിനെതിരെ ഇത് സംരക്ഷണം നൽകുന്നു. തെറ്റിക്കല്. ഏറ്റവും ഷുവർ ആയിട്ടുള്ളത് 311. തെറ്റിക്കേ ചെയ്യരുത്. 312 അഖിലേന്ത്യാ സർവീസുകൾ കുറേ തവണ ഡിസ്കസ് ചെയ്തതാണ്. 312A പ്രകാരം ഒന്നോ അതിലധികമോ അഖിലേന്ത്യാ സർവീസുകളെ ഇൻക്ലൂഡിംഗ് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്നു. 312B പ്രകാരം ഭരണഘടന രൂപം കൊള്ളുമ്പോൾ നിലവിലുണ്ടായിരുന്ന IAS, IPS എന്നിവയെ പാർലമെന്റ് സൃഷ്ടിച്ച അഖിലേന്ത്യാ സർവീസുകളായി കണക്കാക്കി. അപ്പോൾ ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഒരു കാര്യം എഴുതുകയാണ്. ഞാൻ ഇവിടെ എഴുതുന്നു നോക്കിയേ. IAS, IPS, ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ്. ഭരണഘടനയിൽ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ള 3 ഓൾ ഇന്ത്യ സർവീസുകൾ IAS, IPS, ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ്. മനസ്സിലായല്ലോ? ഉറപ്പാണല്ലോ. പക്ഷേ ഇതുവരെ ഇത് രൂപീകരിച്ചിട്ടില്ല. അപ്പൊ നിലവിൽ ഇതില്ല. എന്നാൽ ഇന്ത്യയിൽ നിലവിലുള്ള ഓൾ ഇന്ത്യ സർവീസുകൾ IAS, IPS, IFOS. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ? ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുണ്ട്, രൂപീകരിച്ചിട്ടില്ല. IFOS ഭരണഘടനയിൽ ആ പേര് പരാമർശിച്ചിട്ടില്ല, രൂപീകരിച്ചിട്ടുണ്ട്. 312A പ്രകാരം രൂപീകരിച്ചത്. ക്ലിയർ ആണ്? ഇനി തെറ്റിക്കരുതേ. ഇത്രയും വസ്തുതകളാണ് ഭരണഘടനയും സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ സിവിൽ സർവീസ് ചട്ടങ്ങൾ. കേരളത്തിലെ സിവിൽ സർവീസ് ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേക്കണം. സിവിൽ സർവീസ് ചട്ടങ്ങൾ ഞാൻ ഇവിടെ എഴുതുകയാണെ. ചട്ടങ്ങൾ എന്ന് പറയുന്നത് റൂൾസ് ആണ്. റൂൾസ്. അപ്പൊ നമ്മുടെ രാജ്യത്തിൽ എങ്ങനെയാണ് ഈ ചട്ടങ്ങളൊക്കെ രൂപീകരിക്കുന്നത്? അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിന് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകൾക്ക് കൊടുക്കും. അതായത് നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് എന്ത് പാസ്സാക്കും? ആക്ട് പാസ്സാക്കും. ഓക്കെ. ഈ ആക്ട് നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരുകൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വിങ് എന്ന് പറയും, അവര് കൊണ്ടുവരുന്നതിനെയാണ് റൂൾസ് എന്ന് പറയുന്ന ചട്ടങ്ങൾ. അപ്പൊ ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ആരും ഒരിക്കലും തെറ്റിക്കല്. അതായത് ആക്ട് എന്ന് പറയുന്നതും റൂൾ എന്ന് പറയുന്നതും ഒരിക്കലും ഒന്നല്ല കേട്ടാ. രണ്ടും രണ്ടാണ്. ആക്ടിന്റെ മലയാളം നിയമമെന്ന്, റൂളിന്റെ മലയാളം ചട്ടം എന്നാണ്. ഇത് നിർമ്മിക്കുന്നത് ഗവൺമെന്റുകൾ തന്നെയാണ്. ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ്. പക്ഷേ ഗവൺമെന്റിന്റെ ഒരു ഘടകമായ ലെജിസ്ലേച്ചറാണ് ആക്ട് നിർമ്മിക്കുന്നത്. എന്നാൽ ഈ ആക്ട് നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ മറ്റൊരു ഘടകമായ എക്സിക്യൂട്ടീവ്, അതായത് മന്ത്രിസഭ, അവർ കൊണ്ടുവരുന്നതാണ് റൂൾ. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഭരണഘടനയിൽ 48A എന്നൊരു വകുപ്പുണ്ട്. ഒരു എക്സാമ്പിൾ ആണ്, ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് അത് അറിഞ്ഞൂടെങ്കിലും സാരമില്ല, ഇത് ശ്രദ്ധിച്ചാൽ മതി. 48A പറയുന്നു, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റുകൾക്ക് കഴിയും, അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിന് ഗവൺമെന്റിന് കഴിയും. ഈ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം,
നമുക്ക് ഉള്ളത് പ്രധാനമായും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമാണ്. ഇപ്പൊ ഗവൺമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ ലെജിസ്ലേച്ചർ വരും, നിയമനിർമ്മാണ സഭ വരും, എക്സിക്യൂട്ടീവ് എന്ന മന്ത്രിസഭ വരും, അതുപോലെ തന്നെ ജുഡീഷ്യറിയും വരും. അപ്പൊ ഗവൺമെന്റിന് നിർമ്മിക്കാം. പക്ഷെ ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളിൽ നിയമം നിർമ്മിക്കുന്നത് ലെജിസ്ലേച്ചർ ആണ്. ഒന്നുകിൽ പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ. ക്ലിയർ ആണ്. പക്ഷെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് റൂൾസ് അഥവാ ചട്ടങ്ങൾ. അത് ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ഘടകം കൊണ്ടുവരും, അതായത് സർക്കാർ. പക്ഷെ അതിന് ആ എക്സിക്യൂട്ടീവ് ഘടകത്തിലെ സർക്കാരാണ് ചട്ടങ്ങൾ കൊണ്ടുവരുന്നെങ്കിലും റൂൾസിൽ ഒപ്പുവയ്ക്കുന്നത് ഗവർണറാണ്. എക്സിക്യൂട്ടീവിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തലവൻ ഗവർണറാണ് ഒപ്പുവയ്ക്കുന്നത്. കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവയ്ക്കും. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ 48A പരിസ്ഥിതി സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നടപടി സ്വീകരിക്കാൻ. ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സായി. ഇതൊരു ആക്ട് ആണ്, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഇതെന്താണ്? ആക്ട് ആണ്. ഇത് നിർമ്മിച്ചത് ലെജിസ്ലേച്ചർ ആണ്. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളിൽ ഒന്നാണ്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ചേർന്നാണ് ഗവൺമെന്റ്. അതിന്റെ ലെജിസ്ലേച്ചർ ആക്ട് നിർമ്മിച്ചു. പക്ഷേ ഈ ആക്ട് നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ് എന്നാണ്. ആ എക്സിക്യൂട്ടീവ് ഈ ആക്ട് നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മാർഗരേഖയെ പറയുന്ന പേരാണ് ചട്ടങ്ങൾ അല്ലെങ്കിൽ റൂൾസ്. അപ്പോൾ ഭരണഘടനയിൽ അനുവാദം കൊടുത്തിരിക്കുന്നു, അതുപ്രകാരം ലെജിസ്ലേച്ചർ നിയമം നിർമ്മിക്കും. ആ നിയമം നടപ്പിലാക്കാൻ സർക്കാർ ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് കൊണ്ടുവരുന്നതാണ് ചട്ടങ്ങൾ. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചത് ആക്ട് വേറെ, റൂള് വേറെ. അപ്പോൾ ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ആക്ട് നിർമ്മിക്കുന്നതും റൂള് നിർമ്മിക്കുന്നതും ഗവൺമെന്റ് ആണ്. പക്ഷേ ഗവൺമെന്റിന് 3 ഘടകമുണ്ട്. ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. അതിൽ ഗവൺമെന്റിന്റെ ലെജിസ്ലേച്ചർ എന്ന ഘടകം ആക്ട് നിർമ്മിക്കും. ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് എന്ന ഘടകം, അതായത് സർക്കാർ, റൂള് കൊണ്ടുവരും. റൂളിൽ ഒപ്പുവയ്ക്കുന്നത് ഗവർണറാണ്. അപ്പോൾ നിയമം നിർമ്മിക്കുന്നത് നിയമസഭയോ പാർലമെന്റോ, റൂള് കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ. പക്ഷേ റൂളിൽ ഒപ്പിടുന്നത് എക്സിക്യൂട്ടീവിന്റെ തലവനായ ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത് ഞാൻ ബേസ് കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കമന്റ് ചെയ്യൂ, ഞാൻ അതിന് റിപ്ലൈ തരാം. ക്ലിയർ ആണ്? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ വിഷയം എന്താണ്? കേരള സിവിൽ സർവീസ് ചട്ടങ്ങളാണ്. കേരള സിവിൽ സർവീസ് ചട്ടങ്ങൾ എന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇത് ശ്രദ്ധിച്ച് പഠിക്കണേ. ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയൽ ഒന്നും വാങ്ങിച്ച് പഠിക്കാൻ പറ്റില്ല. പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയുന്നതല്ല. സാധാരണ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തത് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. സിമ്പിളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവണമെന്നാണ് എനിക്കുള്ളത്. അതാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ കേരള സിവിൽ സർവീസ് ചട്ടങ്ങൾ എന്നല്ലേ പറഞ്ഞേക്കണേ? ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ റൂൾ എന്നാണ്, റൂൾസ്. അപ്പോൾ ഉറപ്പായിട്ട് ആലോചിച്ചോളാം, ഈ ചട്ടങ്ങൾ കൊണ്ടുവന്നത് കേരളത്തിന്റെ സർക്കാരാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് വിങ് ആണ്. ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് വിങ് ആണ് സർക്കാർ. അപ്പോൾ ചട്ടങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങളെ തലയിൽ ഒരു കാര്യം കത്തണം, ലൈറ്റ് കത്തണം. എന്താണ് കത്തേണ്ടത്? സർക്കാർ ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവും? ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. ആര് കൊണ്ടുവന്നിട്ടുണ്ടാവും? ലെജിസ്ലേച്ചർ. അതായത് കേരളത്തിന്റെ നിയമസഭ ആക്ട് കൊണ്ടുവന്നാലാണ് ചട്ടങ്ങൾ വരുന്നത്. അപ്പൊ അതിന് അനുബന്ധമായിട്ട് എന്തുണ്ടാവും? ഒരു ആക്ട് ഉണ്ടാവും, സർക്കാരിന്റെ തന്നെ കുറെ ചട്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ അവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മൾ അതിൽ ആദ്യം പഠിക്കുന്നത് കേരള സിവിൽ സർവീസിലെ ചട്ടങ്ങൾ. ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വീണ്ടും ദൈവീയ തെറ്റുകൾ. ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്ട് അല്ല, റൂൾസ് ആണ്. റൂൾസ് കൊണ്ടുവരുന്നത് എക്സിക്യൂട്ടീവ് വിങ് ആണ്, അതായത് സർക്കാരാണ് കൊണ്ടുവരുന്നത്. പക്ഷെ റൂൾസ് കൊണ്ടുവരണമെങ്കിൽ ഒരു നിയമത്തിന്റെ സാധുത വേണം, ആ നിയമത്തിന്റെ പിൻബലം വേണം, എങ്കിലേ റൂൾസിന് നിലനിൽപ്പുള്ളൂ. നിയമത്തിന്റെ പിൻബലമില്ലാത്ത റൂൾസുകൾക്ക് നിലനിൽപ്പ് ഇല്ല. ക്ലിയർ ആണല്ലോ അവിടെ? അപ്പം ഭരണഘടന, ആക്ട്, റൂള്. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത് കേരള ഗവൺമെന്റ് സർവൻസിന്റെ റൂളാണ്. അപ്പോൾ റൂള് പഠിക്കുമ്പോൾ നിങ്ങളെ തലയിൽ എപ്പോഴും ഉണ്ടാവണം ഇതിന് ആനുപാതികമായിട്ട് ഒരു നിയമം ഉണ്ടാവും. ആ നിയമവും കൂടെ പഠിക്കുമ്പോഴേ ഈ ക്ലാസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് കേരളത്തിലെ സിവിൽ സർവീസിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ കേരളത്തിലുള്ളവർക്ക് പാലിക്കേണ്ട കുറെ സർക്കാർ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ ഏതൊക്കെയാണ്? കടക്കാം. കേരള ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന ചട്ടങ്ങൾ ഏതൊക്കെയാണ്? അതായത് അപ്പോൾ ചട്ടങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഒന്നുമില്ല, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും LD ക്ലർക്ക് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതി ഗവൺമെന്റ് ജോലിയിൽ കയറാൻ പോവുകയാണല്ലോ. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. നിങ്ങൾ ജോലിയിൽ കയറുമ്പോൾ നിങ്ങളെ സർക്കാർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സർക്കാരിന്റെ കുറെ ചട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 6 ചട്ടങ്ങളാണ് സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്നാമത്തെ ചട്ടത്തിന്റെ പേര് ശ്രദ്ധിച്ചിരിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ, KS ആൻഡ് SSR. തെറ്റിക്കരുതേ, KS ആൻഡ് SSR. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ 58 എന്താണെന്ന് പഠിക്കാം. രണ്ടാമത്തെ കേരള സർവീസ് റൂൾ KSR 59. അപ്പൊ ആദ്യം വരുന്നത് നീളം കൂടിയ പേരാണ് KS ആൻഡ് SSR. KS ആൻഡ് SSR. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ 1058, എന്നാൽ KSR 1959. മൂന്നാമത്തത് കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960. കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960.
കേരള ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾ എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ ജീവനക്കാർക്കുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ 960. കേരള ജനറൽ പ്രോവിഡന്റ് ഫണ്ട് റൂൾ 1964. പി എഫ് റൂൾ 1964. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടങ്ങൾ അല്ലെങ്കിൽ KS. അങ്ങനെ എത്ര ചട്ടങ്ങളാണുള്ളത്? പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്ക്. ഒന്നാമത്തത് KS ആൻഡ് SSR. ഒന്നുകൂടി പറഞ്ഞേ, KS ആൻഡ് SSR, കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ. രണ്ടാമത്തത് കേരള സർവീസ് റൂൾ KSR. മൂന്നാമത്തെ കേരള സിവിൽ സർവീസസ്. കേരള സിവിൽ സർവീസിനെ ക്ലാസിഫൈ ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, അപ്പീൽ ചെയ്യുന്നു. 960. കേരള ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾ 960. ജനറൽ പ്രോവിഡന്റ് ഫണ്ട് റൂൾ 64. KS 2017. ഇതിൽ നിന്ന് PSC എന്ത് ചോദ്യം ചോദിക്കാം? ശ്രദ്ധിക്ക്. താഴെ കൊടുത്തിരിക്കുന്ന സർക്കാർ ചട്ടങ്ങളെ അവ നിലവിൽ വന്നതനുസരിച്ച് ക്രമപ്പെടുത്തുക. അപ്പൊ ആദ്യം നീളം കൂടിയ KSSR, നീളം കുറഞ്ഞ KSR 59, 60 2 ക്ലാസിഫിക്കേഷൻ കൺട്രോൾ അപ്പീലും അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടങ്ങളും. 64 PF, 2017 KS. അപ്പൊ നമുക്ക് ആദ്യം ഒന്നാമത്തെ ചട്ടത്തിലേക്ക് കടക്കാം. നോട്ടല്ല ഞാൻ ഇപ്പൊ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ. ഇത് ഞാൻ ആദ്യമേ പറയാം, ഇത് കേരള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ആദ്യമായിട്ട് കൊണ്ടുവന്ന ചട്ടമാണ്. പഠിച്ചല്ലോ. ഇനി എന്താണ് KSSR? ശ്രദ്ധിച്ചോ. ഈ ചട്ടം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു തസ്തിക എഴുതുകയാണെ, ഇങ്ങനെ തന്നെ പഠിക്കണം, വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കണം, ഇല്ലെങ്കിൽ മറന്നുപോകും. ഞാനൊരു തസ്തികയുടെ പേര് ഇവിടെ എഴുതുകയാണ്, LDC. അപ്പൊ എപ്പോഴും KSSRും KSRും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലുണ്ടാവണം. KSSR പറയുന്നത് ഒരു തസ്തികയാണ്, അതായത് ജോലിയിലൊന്നും ആരും വന്നില്ല, അവിടെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ ഇല്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ല, അതൊരു തസ്തികയായിട്ട് അവിടെ കിടക്കുകയാണ്. ആ തസ്തികയുമായി ബന്ധപ്പെട്ടു വരുന്ന നിയമനം എങ്ങനെ നടത്തണം, ഈ തസ്തികയിൽ ആർക്കൊക്കെ റിസർവേഷൻ കൊടുക്കണം, ഈ തസ്തികയിൽ എങ്ങനെ സീനിയോറിറ്റി നൽകണം, ഈ തസ്തികയിൽ എങ്ങനെ പ്രമോഷൻ കൊടുക്കണം എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ചട്ടമാണ് KS ആൻഡ് SSR എന്ന ചട്ടം. അപ്പൊ വീണ്ടും എങ്ങനെ ഓർത്തിരിക്കും? KSR എന്ന് പറഞ്ഞാൽ ആ തസ്തികയിൽ ഒരാൾ വന്നിട്ട് അയാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് KSR. പക്ഷെ KSSR എന്ന് പറഞ്ഞാൽ ആ തസ്തിക, നിങ്ങൾ മനസ്സിലാലോചിക്ക്, ആ തസ്തികയിൽ എന്തൊക്കെയുണ്ട്? എങ്ങനെ നിയമനം നടത്തും, എങ്ങനെ റിസർവേഷൻ കൊടുക്കും, എങ്ങനെ പ്രൊമോഷനും സീനിയോറിറ്റിയും നൽകും, അങ്ങനെ ആ തസ്തികയിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടമാണ് KSSR. 1958 കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ആദ്യത്തെ ചട്ടം ഏതെന്ന് ചോദിച്ചാൽ KSSR ആണ്. ഈ ചട്ടം എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ബാധകമാണ്, യൂണിവേഴ്സിറ്റികൾക്കും കമ്പനി ബോർഡ് കോർപ്പറേഷൻ സ്ഥാപനങ്ങൾക്കും ഈ ചട്ടം ബാധകമാണ്. ഇതെന്താണ്? KS ആൻഡ് SSR എന്നാണ് ചട്ടം. ക്ലിയർ ആണ്? ശരി. KSR 1959, തെറ്റിക്കല്ലേ. മറ്റത് KS ആൻഡ് SSR, ഇത് അതിൽ സബോർഡിനേറ്റ് സ്റ്റേറ്റ് എന്ന് കിടന്നില്ല, അതങ്ങ് കളഞ്ഞ്. ഇത് കേരള സർവീസ് റൂൾ എന്നറിയപ്പെടും. എന്താണ് കേരള സർവീസ് റൂൾ? 1959 നവംബർ 1 വന്നു. അപ്പൊ KSSR വന്നത് 58. ഇതിൽ പറയുന്നത് ഒരു തസ്തിക, ആ തസ്തികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം KSSR ആണ്. പക്ഷെ നിങ്ങൾ ജോലി കയറിയാൽ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നത് KSSR-ലാണ്. അപ്പൊ KSSR-ന് എത്ര പാർട്ട് ഉണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. നിങ്ങൾ ജോലി കിട്ടിയാലും നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വരും, അവിടെ നിങ്ങൾ ഈ പരീക്ഷ എഴുതി ജയിക്കേണ്ടി വരും. KSSR-ന്റെ എക്സാം അങ്ങനെ വരാറില്ല, KSR-ന്റെ എക്സാം എഴുതേണ്ടി വരും. അപ്പൊ KSR-ന് എത്ര ഭാഗങ്ങളുണ്ട്? 3. തെറ്റിക്കരുത്. KSR-ന് എത്ര ഭാഗങ്ങളുണ്ട്? 3. ഒന്നാമത്തെ ഭാഗം കാണാപ്പാടം പഠിക്കല്ലേ, കാണാപ്പാടം പഠിച്ചാൽ മറന്നു. നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന എല്ലാവരുടെ ആഗ്രഹം എന്താണ്? ഞാൻ ഇതിനകത്ത് എഴുതാം, നോക്കിയോ. ജോലിക്ക് ജോയിൻ ചെയ്യണം, ഓക്കെ. ജോയിനിങ് ടൈം, നിങ്ങൾക്ക് ശമ്പളം കിട്ടണം, അതായത് സാലറി, പിന്നെ നിങ്ങൾക്ക് ലീവ് എടുക്കണം. കണ്ട, ഈ 3 കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ജോയിനിങ് ടൈം, ശമ്പളം, ലീവ് എന്നിവയെ കുറിച്ച് പറയുന്നത് KSR-ന്റെ പാർട്ട് 1-ലാണ്. ജോയിനിങ് ടൈം, ശമ്പളം, ലീവ് എന്നിവ പറയുന്നത് KSR-ന്റെ പാർട്ട് 1. ഇനി പാർട്ട് 2-ൽ പറയുന്നത് എന്താണ്? ട്രാവലിംഗ് അലവൻസ് അല്ലെങ്കിൽ TA. ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥനായി നമ്മൾ ജോലിക്കിരിക്കുമ്പോൾ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പല യാത്രകളും നടത്തേണ്ടി വരും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്ക് നൽകേണ്ട അലവൻസ് ആണ് TA എന്ന് പറയുന്നത്, ട്രാവലിംഗ് അലവൻസ്. അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഫോർമാറ്റിൽ അതേ മാനദണ്ഡത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർ കൊടുക്കുന്നത്. ആ ട്രാവലിംഗ് അലവൻസിന്റെ പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 2 ആണ്. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ പെൻഷൻ, സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പെൻഷന്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് പാർട്ട് 3-ലാണ്. അപ്പോൾ KSR-ന് എത്ര പാർട്ടുണ്ട്? ഉറപ്പിച്ച് പറ. 3 പാർട്ട്. KSR-ന് എത്ര പാർട്ടുണ്ട്? 3 പാർട്ട്. KSR-ന് എത്ര പാർട്ടുണ്ട്? 3 പാർട്ട്. ഒന്നാമത്തെ പാർട്ട് ജോയിനിങ് ടൈം, ശമ്പളം, ലീവ്. ജോയിനിങ് ടൈം, ശമ്പളം, ലീവ്. രണ്ടാമത്തെ പാർട്ട് TA, മൂന്നാമത്തത്
പെൻഷൻ. തെറ്റിക്കല്ലേടെ, ഉറപ്പാണ്. ശരി, കേരള സിവിൽ സർവീസസ് മൂന്നാമത്തെ ചട്ടം, കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ. തെറ്റിക്കല്ലേ, കൃത്യമായിട്ട് ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് കിട്ടും. ചട്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, സർക്കാർ കൊണ്ടുവന്നതാണ്. ഏത് വർഷം? 1960. കേരള സിവിൽ സർവീസസ് എന്താണെന്ന് പറയണ്ടല്ലോ, കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ നോക്കിയാൽ മതി. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വൃന്ദം, അതാണ് കേരള സിവിൽ സർവീസ്. അവരെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പോയിന്റ്, സർക്കാർ ഉദ്യോഗസ്ഥരെ ക്ലാസിഫൈ ചെയ്യുന്ന ചട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സർവീസേ ഉള്ളൂ. സ്റ്റേറ്റ് സർവീസ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് സബോർഡിനേറ്റ് സർവീസ് എന്നും. ഒരിക്കലും തെറ്റിക്കല്ലേടെ, നിങ്ങളുടെ ഒരു മാർക്ക്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്റ്റേറ്റ് സർവീസ് എന്നും സബോർഡിനേറ്റ് സർവീസ് എന്നും 2ആയി തിരിക്കുന്ന ചട്ടം ഏതാണ്? കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960. കേരള സിവിൽ സർവീസസ് നമ്മൾ കാണാപ്പാടം ഒന്നും പഠിക്കുന്നത്. എന്താണ് ഈ വാക്ക്? ക്ലാസിഫിക്കേഷൻ. അപ്പം സർക്കാർ ഉദ്യോഗസ്ഥരെ സ്റ്റേറ്റ് സർവീസ് എന്നും സബോർഡിനേറ്റ് സർവീസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ചട്ടത്തിലാണ്. ഈ ചട്ടത്തിലെ 2ാമത്തെ ഭാഗം പാർട്ട് 2-ൽ 2 ഷെഡ്യൂൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ വരുന്നതെല്ലാം സ്റ്റേറ്റ് സർവീസ്, സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്നതെല്ലാം സബോർഡിനേറ്റ് സർവീസ്. അതാണ്. ശരി, ഇനി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള അച്ചടക്ക നടപടികളും ഡിസിപ്ലിനറി ആക്ഷൻസും എല്ലാം വരുന്നത് ഇതിലാണ്. ഏത്? കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ. ഇനി നമുക്ക് അന്യായമായ അല്ലെങ്കിൽ ഏകപക്ഷീയമായ എന്തെങ്കിലും നടപടിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന് അതിന് കോടതിയെ സമീപിക്കാം, നിയമപരിരക്ഷ നേടാം എന്ന് പറയുന്നതും ഈ ചട്ടത്തിലാണ്. അപ്പോൾ അപ്പീൽ. കണ്ടോ? അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരെ ക്ലാസിഫൈ ചെയ്യുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരെ കൺട്രോൾ ചെയ്യുന്നു, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അപ്പീലിന് പോലുള്ള പ്രൊവിഷൻ കൊടുക്കുന്നു. ഈ ചട്ടമാണ് കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960. ശരി, അപ്പോൾ ഇനി 60-ൽ കേരള ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾ ഉണ്ട്. കോൺട്രാക്ട് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുമാറ്റച്ചട്ടം. സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട കുറച്ച് പെരുമാറ്റ ചട്ടങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന് ഈ ചട്ടത്തിലെ 67ാമത്തെ സെക്ഷനിൽ പറയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ പൊളിറ്റിക്കലായിട്ട് ന്യൂട്രൽ ആയിരിക്കണം, ഒരു രാഷ്ട്രീയ സംഘടനകളിലും പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ലാസ് കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് തോന്നും ഈ സർവീസ് സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നില്ല എന്ന്. അതിനുള്ള അനുമതിയുണ്ട്. ജോലി ചെയ്യുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന സർവീസ് സംഘടനകളിൽ പ്രവർത്തിക്കാം, പക്ഷേ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒന്നിൻ്റെയും തലവനാവാനും പാടില്ല, രാഷ്ട്രീയ സംഘടനയുടെയോ ട്രസ്റ്റുകളുടെ ഒന്നും. 67A പറയുന്നു. ഇത് കൂട്ടിച്ചേർത്താണ്. 93C എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സ്ത്രീധനം വാങ്ങാൻ പാടില്ല. 93C. അതുപോലെ 93E പറയുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ ബാലവേല പ്രോത്സാഹിപ്പിക്കരുത്, വീടുകളിൽ 14 വയസ്സിന് താഴെയുള്ള മറ്റു കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് 93E. അങ്ങനെ കുറച്ച് പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ചട്ടമാണ് കേരള ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾ. ഈ സെക്ഷൻ ഒന്നും അങ്ങനെ ചോദിക്കില്ല, ജസ്റ്റ് ഇത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കാണാപ്പാടായി പോകും, അതുകൊണ്ട് അത് പറഞ്ഞു. ശരി, അടുത്തത് ജനറൽ പ്രോവിഡന്റ് ഫണ്ട് റൂൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് PF. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് PF എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലിയിൽ കയറുമ്പോൾ അയാൾക്കൊരു ബേസിക് പേ കാണും. ബേസിക് പേ, ഞാൻ കറക്റ്റ് ബേസിക് പേ അല്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു ബേസിക് പേ പറയാണ്. ഒരാളുടെ ബേസിക് പേ 1000 രൂപയാണെന്ന് വിചാരിക്കും. അയാൾക്ക് ശമ്പളം കൊടുക്കുമ്പം ഈ 1000-ന്റെ 6% അയാളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. 6% എന്ന് പറഞ്ഞാൽ 60 രൂപയാണ്. ഈ 60 രൂപയെ അയാൾക്കൊരു PF അക്കൗണ്ട് ഉണ്ടാവും, അതിനെ പറയുന്നത് GPF അക്കൗണ്ട് എന്നാണ്. ആ 60 രൂപ ഇയാളുടെ അക്കൗണ്ടിലോട്ട് ഇടും. ഇങ്ങനെ ഈ സർവീസ് കാലയളവിൽ മുഴുവൻ ഇയാൾ ഈ PF നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കും. അതിന് നിശ്ചിത 8%-ലധികം പലിശ കൊടുക്കാറുമുണ്ട്. ഇപ്പം നിലവിൽ ചിലപ്പോൾ താഴ്ന്നും കൂടിയിരിക്കും. റിട്ടയർഡ് ആവുന്ന സമയത്ത് ഒരു വലിയ തുകയായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഒരു നീക്കിയിരിപ്പ് പോലെ നമ്മുടെ സർക്കാർ കൊടുക്കും. ഇതിനെ ഈ PF-ൽ നിന്ന് തന്നെ നമുക്ക് ലോൺ എടുക്കാനുള്ള വ്യവസ്ഥകളും ഉണ്ട്. അപ്പോൾ അതാണ് PF. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നീക്കിയിരിപ്പിന് വേണ്ടിയുള്ള PF സിസ്റ്റം കൊണ്ടുവന്ന ചട്ടമാണ് ജനറൽ പ്രോവിഡന്റ് ചട്ടം, ജനറൽ പ്രോവിഡന്റ് ഫണ്ട് റൂൾസ് 1964. മറന്നുപോയില്ല, PF റൂൾ വന്ന വർഷം 1964. 6ാമത്തെയും അവസാനത്തെയും ചട്ടം, ഇത് നമുക്ക് വളരെ അറിയാവുന്ന ചട്ടമാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടങ്ങൾ, KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇപ്പൊ KAS എന്ന് പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക, കേരളം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റിന് സ്വന്തമായി സിവിൽ സർവീസ് കൊണ്ടുവരാം എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെ കേരളത്തിൻ്റെതായ സ്വന്തം സിവിൽ സർവീസിന്റെ പേരാണ് KAS. അപ്പോൾ സംസ്ഥാന സർവീസിലെ ഏറ്റവും ഉയർന്ന സർവീസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തെറ്റിക്കരുത്. സംസ്ഥാന സർവീസിലെ ഏറ്റവും ഉയർന്ന പദവി ആ സംസ്ഥാനത്തെ എന്താണ്? സ്റ്റേറ്റ് സിവിൽ സർവീസ് ആണ്. കേരളത്തിന്റെ സ്റ്റേറ്റ് സിവിൽ സർവീസിന്റെ പേരാണ് KAS. അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ പറയാം എന്താണ് KS എന്ന് പറഞ്ഞാൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, സബോർഡിനേറ്റ് സർവീസും ഉണ്ട്, സ്റ്റേറ്റ് സർവീസും ഉണ്ട്. KS വരുന്നതിന് മുമ്പ് നമുക്ക് ജോലിയിൽ കയറണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പരീക്ഷ എഴുതി LDC ആയിട്ട് ജോലിയിൽ കയറും. ഓക്കെ,
ഇതിങ്ങനെ പ്രൊമോഷനായി നമ്മൾ സീനിയർ സൂപ്രണ്ടോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ ഒക്കെ ആയിട്ട് മാറും. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് LDC പരീക്ഷ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇതിന്റെ സ്റ്റേറ്റ് സർവീസ് മേഖലയിലോട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കടന്നു കയറാൻ പറ്റില്ല, അതായത് ഗസറ്റഡ് റാങ്കിലോട്ട്. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് KS പരീക്ഷ എഴുതിയാൽ ഇതിന്റെ ഹയർ പോസ്റ്റുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു സ്വന്തമായ ഒരു സിവിൽ സർവീസ് കൊണ്ടുവന്ന് യുവാക്കളെ അതിൽ കൊണ്ടുവന്ന് എക്സ്പീരിയൻസ്ഡ് ആക്കി മാറ്റുക, യുവാക്കളുടെ ആ ഒരു ഊർജ്ജസ്വലത ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹയർ പോസ്റ്റുകളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തി കേരളം സ്വന്തമായ ഒരു സിവിൽ സർവീസ്, ഇന്ത്യയുടെ IAS മാതൃകയിൽ കേരളം കൊണ്ടുവന്നതാണ് കേരള സിവിൽ സർവീസ്. അതിന്റെ പേരെന്താണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഹയർ പോസ്റ്റിലോട്ടായിരിക്കും ഈ KS പരീക്ഷ എഴുതിയെടുത്താൽ നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ആ ചട്ടമാണ് KAS വിശേഷാൽ ചട്ടങ്ങൾ, അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടങ്ങൾ എന്ന് പറയുന്നത്. KSന് വേണ്ടി 1997 EK നയനാർ അധ്യക്ഷനായ ഒരു ഭരണപരിഷ്കാര കമ്മീഷനാണ് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. പക്ഷേ 97 ഇതിന്റെ ഒരു തുടക്കം ഒന്നും ഇതിന് നടപടികളൊന്നും സ്വീകരിച്ചില്ല. തുടർന്ന് 2013 ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു കേരള സർക്കാർ. അവരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ ചട്ടം കൊണ്ടുവരാൻ തീരുമാനിച്ചത്, KAS എന്ന ചട്ടം. അങ്ങനെ KS ചട്ടം പാസ്സായത് 2017 ഞാൻ പറഞ്ഞത് KS ചട്ടം പാസ്സായത് എന്നാണ്. എന്നാൽ KAS നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. KAS നിലവിൽ വന്നത് 2018 ജാനുവരി മാസം 1-ാം തീയതിയാണ്. തെറ്റിക്കുകയെ ചെയ്യരുത്. KAS നിലവിൽ വന്നത് 2018 ജാനുവരി മാസം 1-ാം തീയതി. അപ്പോൾ EK നയനാർ അധ്യക്ഷനായ ഭരണപരിഷ്കാര കമ്മീഷൻ 97 നിർദ്ദേശിച്ചു. 2013 ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി രൂപീകരിച്ചു. 2017 KS ചട്ടങ്ങൾ കൊണ്ടുവന്നു. KS നിലവിൽ വന്ന വർഷം 2018 ജനുവരി 1-ാം തീയതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 6 ചട്ടങ്ങൾ പഠിച്ചല്ലോ. ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു, ചട്ടങ്ങൾ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഒരു നിയമത്തിന്റെ പിൻബലം വേണം. അപ്പൊ ഈ പറയുന്ന 6 ചട്ടങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു നിയമം കാണില്ലേ? ആ നിയമത്തിന്റെ പേരാണ് കേരള പബ്ലിക് സർവീസ് ആക്ട്. ദയവേത് ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങളെ പ്രധാനപ്പെട്ട മാർക്കാണ്. കേരള പബ്ലിക് സർവീസ് ആക്ട് പാസ്സാക്കിയത് കേരള നിയമസഭയാണ്. അതെന്തുകൊണ്ടാണ്? നിയമസഭ എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചറാണ്, ഗവൺമെന്റിന്റെ ലെജിസ്ലേച്ചർ വിങ് ആണ്. അവർക്ക് മാത്രമേ എന്ത് കൊണ്ടുവരാൻ പറ്റൂ? ആക്ട്. പക്ഷെ റൂൾ ആണെങ്കിൽ എക്സിക്യൂട്ടീവ് വിങ് ആണ് കൊണ്ടുവരുന്നത്, അതായത് ചട്ടങ്ങൾ. ഇതിന്റെ പേര് ആക്ട് എന്നാണ്. അപ്പൊ കൊണ്ടുവന്നത് കേരള നിയമസഭയാണ്. തെറ്റിക്കല്ലേടെ. കേരള പബ്ലിക് സർവീസ് ആക്ട് പാസ്സായ വർഷം 1968. 1968 പബ്ലിക് സർവീസ് ആക്ട് പ്രകാരം നമുക്ക് 3 സെക്ഷനേ അതിനകത്തുള്ളൂ. നമുക്കതിൽ 2 സെക്ഷൻ പഠിച്ചാൽ മതി. സെക്ഷൻ 2 ക്ലോസ് 1 ശ്രദ്ധിച്ച് കേക്ക്, വളരെ 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 ഇമ്പോർട്ടന്റ്. കേരള പബ്ലിക് സർവീസ് ആക്ട് സെക്ഷൻ 2 ക്ലോസ് 1 ഇതിനകത്ത് പറയുന്നു, സംസ്ഥാന സർക്കാരിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാനും നിലവിലുള്ള ചട്ടത്തിൽ ഭേദഗതി ചെയ്യാനും പറ്റും എന്ന് പറയുന്ന നിയമം ഏതാണ്? കേരള പബ്ലിക് സർവീസ് ആക്ട് സെക്ഷൻ 2 ക്ലോസ് 1. തെറ്റിക്കരുത്, സെക്ഷൻ 2 ക്ലോസ് 1. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചട്ടങ്ങൾ നിർമ്മിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ച KSSR, KSR, ക്ലാസിഫിക്കേഷൻ, പെരുമാറ്റച്ചട്ടം, PF ഇതെല്ലാം വന്നത് 1968 മുമ്പാണ്. തെറ്റിക്കല്ലേടെ, 68 മുമ്പ്. പക്ഷേ ഈ നിയമം വരുന്ന 68. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ നിയമത്തിലാണ് ചട്ടങ്ങൾ ഉണ്ടാക്കാനും നിലവിലുള്ള ചട്ടങ്ങളെ ഭേദഗതി ചെയ്യാനും സർക്കാരിന് അനുമതി കൊടുക്കുന്നത്. പക്ഷേ ഈ നമ്മൾ പഠിച്ച 6 5 68 മുമ്പാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും? അങ്ങനെയുള്ളവർക്കുള്ള ഡൗട്ട് ക്ലിയർ ആണ്. ഇനി ഞാൻ അടുത്ത് എഴുതുന്നത് ഇതിന്റെ സെക്ഷൻ 3 പറയുന്നു, 68 മുൻപ് സർക്കാർ പാസാക്കിയ ചട്ടങ്ങൾക്ക് ഇതോടുകൂടി നിയമസാധുത നൽകുന്നു. അതോടെ പ്രോബ്ലം സോൾവ് ആയി. ക്ലിയർ ആണല്ലോ. അപ്പം 68 പബ്ലിക് സർവീസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി തെറ്റു പഠിക്കുകയും ചെയ്യരുത്, അല്പജ്ഞാനവും കൊണ്ട് പോവുകയും ചെയ്യരുത്. ഈ ആക്ട് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നതല്ല. ആക്ട് എന്ന് പറയുന്നത് ചട്ടങ്ങളിലൂടെയാണ് സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ആക്ട് സർക്കാരിന് വേണ്ടിയുള്ളതാണ്, എക്സിക്യൂട്ടീവിന് വേണ്ടിയുള്ളതാണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് ആണ്. അവർ ചട്ടങ്ങൾ കൊണ്ടുവരും. ഈ ആക്ടിൽ പറയുന്നത് 2 സെക്ഷനായി ഞാൻ പഠിപ്പിച്ചോളൂ. സെക്ഷൻ 2 ക്ലോസ് 1 എന്താണ് പറഞ്ഞത്? സംസ്ഥാന സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് കഴിയും എന്ന് ഈ നിയമത്തിൽ പറയുന്നു. ഏത് നിയമം? കേരള പബ്ലിക് സർവീസ് ആക്ട്. മനസ്സിലായി? ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ഇത് 68 വന്നത്, ഇവിടെ ചട്ടങ്ങൾ 68 മുമ്പേ ഉണ്ടല്ലോ. അങ്ങനെ വരരുത് ഡൗട്ട്. കാരണം ഇതിൽ സെക്ഷൻ 3 പറയുന്നു 68 മുമ്പ് കൊണ്ടുവന്ന ചട്ടങ്ങൾക്ക് ഇതോടുകൂടി നിയമസാധുത നൽകും എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടെ 6 ചട്ടങ്ങളുണ്ട്. ഓക്കെ, 6 ചട്ടങ്ങളുണ്ട്. KSSR, KSR, ക്ലാസിഫിക്കേഷൻ, കോണ്ടാക്ട് റൂള്, PF റൂള്, KS, അങ്ങനെ 6 ഇതിൽ 5 ചട്ടം വന്നത് 68 മുമ്പാണ്. അതിന് നിയമസാധുത കൊടുത്തു ഈ കേരള പബ്ലിക് സർവീസ് ആക്ടിലെ സെക്ഷൻ 3 പ്രകാരം. പക്ഷേ KAS നിലവിൽ വന്ന 2018, പക്ഷെ ചട്ടം പാസ്സായത് 2017.
അതിന് കാരണം ഈ നിയമത്തിലെ സെക്ഷൻ 2 ആണ്. അപ്പൊ തെറ്റിക്കരുത്. PSCയുടെ ചോദ്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞു വരാം. ദയവ് ചെയ്ത് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. KAS നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? തെറ്റിക്കേ ചെയ്യലയുടെ ഇമ്പോർട്ടന്റ്. KAS എന്ന ചട്ടം നിലവിൽ വരാൻ കാരണം 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ്. എന്നാൽ അതിന് മുമ്പ് പാസ്സാക്കിയ ചട്ടങ്ങൾക്കെല്ലാം നിയമസാധുത കിട്ടിയതും ഈ പബ്ലിക് സർവീസ് ആക്ട് പ്രകാരമാണ്. അപ്പൊ KS രൂപീകരിച്ചത് പബ്ലിക് സർവീസ് ആക്ടിലെ സെക്ഷൻ എത്ര പ്രകാരം? സെക്ഷൻ 2 ക്ലോസ് 1 പ്രകാരം. മറ്റു ചട്ടങ്ങൾക്ക് നിയമസാധുത ലഭിച്ചത് ഏത് പ്രകാരം? സെക്ഷൻ 3 പ്രകാരം 68 മുമ്പ് വന്ന ചട്ടങ്ങൾക്ക് നിയമസാധുത ലഭിച്ചു. ഇനി പുതുതായിട്ട് ഒരു ചട്ടം കൊണ്ടുവരുന്നെങ്കിൽ ശ്രദ്ധിച്ചേക്ക്, ഇനി പുതുതായിട്ട് സർക്കാർ ഒരു ചട്ടം കൊണ്ടുവരുന്നെങ്കിൽ അവർക്ക് അനുമതി നൽകുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2 തന്നെയാണ്. കാരണം അതിന്റെ ഉദാഹരണം KAS. ഒന്നുകൂടി പഠിപ്പിച്ച് നിർത്തുന്നു. KAS രൂപീകരിക്കാൻ കാരണമായ നിയമം 1968 കേരള പബ്ലിക് സർവീസ് ആക്ട്. തെറ്റിക്കരുത്. ശരി, അപ്പോ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ഒന്ന് പഠിച്ചെടുക്കാം. ശ്രദ്ധിച്ചിരിക്കുക. മൊത്തം എത്ര ചട്ടമുണ്ട്? 6. എത്ര നിയമമുണ്ട്? ഒരു നിയമം. ഭരണഘടനയിലെ വകുപ്പാണെങ്കിൽ 309 പറയുന്നത് നിയമന, സേവന, വേതന വ്യവസ്ഥകളെ കുറിച്ച് നിയമം നിർമ്മിക്കാൻ പറ്റുമെന്ന്. നോക്കിക്ക്, ആദ്യത്തെ ചട്ടം കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ 58. പ്രധാനപ്പെട്ട പോർഷൻ മാത്രം നോക്ക്. കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമന രീതികൾ, സംവരണ ചട്ടങ്ങൾ, സീനിയോറിറ്റി, പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചട്ടങ്ങളാണ് ഇതിനകത്തുള്ളത്. അതായത് ആ തസ്തികയ്ക്ക് വേണ്ടിയുള്ള KSSR നിലവിൽ വന്ന 58 പഠിച്ചേ. കേരള പബ്ലിക് സർവീസ് ആക്ട് 68 പ്രകാരം KSSRന് നിയമസാധുത ലഭിച്ചു. ഓക്കെ. യൂണിവേഴ്സിറ്റികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ എന്നീ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ ചട്ടങ്ങൾ ബാധകമാണ്. ഒന്നാമത്തെ ചട്ടം കംപ്ലീറ്റ് ചെയ്തു. KSSR. തെറ്റിക്കേ ചെയ്യലേടെ. രണ്ടാമത്തെ ഒന്ന് മനസ്സിലൊന്ന് പറ, എന്നിട്ട് ഞാൻ സ്ലൈഡ് മാറ്റാം, എന്നിട്ട് ഞാൻ നോട്ട് മാറ്റാം. KSR കറക്റ്റ്. KSR 59 കേരള സർവീസ് റൂൾ. KSR നിലവിൽ വന്ന 59 നവംബർ 1 ഞാൻ കൃത്യമായി പഠിപ്പിച്ചു. ആകെ 3 ഭാഗം. ഭാഗം 1, ഭാഗം 2, ഭാഗം 3. ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയം, പിന്നെ ശമ്പളം വാങ്ങുന്നു, ലീവ്, ഇതെല്ലാം ഭാഗം 1 പറയുന്നു. യാത്രാ ഭത്തയെ കുറിച്ച് പരാമർശിക്കുന്നത് 2 പെൻഷൻ വിഷയങ്ങൾ വരുന്നത് പാർട്ട് 3 ഇതിന്റെ പേരെന്താണ്? KSR. ശരി, മൂന്നാമത്തെ 60 ആണ്. 60 വരുന്ന 2 ഉണ്ട്. അതിൽ ആദ്യത്തത് കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ ആൻഡ് അപ്പീൽ. അപ്പൊ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അതിൽ ആദ്യം പഠിക്കേണ്ടത് കേരള സിവിൽ സർവീസിന്റെ നിയമന അധികാരി കേരള സർക്കാരാണെന്ന് പ്രതിപാദിക്കുന്ന ചട്ടം. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് ഇമ്പോർട്ടന്റ് ആണെന്ന്. ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. കേരളത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ നിയമന അധികാരി എന്ന് പറയുന്നത് കേരള സർക്കാരാണെന്ന് പറയുന്നത് ഈ ചട്ടത്തിലാണ്. പിന്നെ കേരള സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥരെ സ്റ്റേറ്റ് സർവീസ് എന്നും സബോർഡിനേറ്റ് സർവീസ് എന്നും 2 തരംതിരിക്കുന്ന ചട്ടമാണ് കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ ആൻഡ് അപ്പീൽ. ജീവനക്കാർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾക്കെതിരെയുള്ള അപ്പീലുകൾ എന്നിവ അടങ്ങുന്നത് ഈ ചട്ടത്തിലാണ്. ഇനി ആ പേര് മാത്രം വായിക്ക്, കാണാപ്പടം പഠിക്കാനുണ്ടോ? ഇല്ല. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 തിരിക്കും. കൺട്രോൾ, അവരെ കൺട്രോൾ ചെയ്യും, ശിക്ഷാ നടപടി. എന്നാൽ അവർക്ക് അപ്പീലിന് പോകാനുള്ള അവസരമുണ്ട്. അതെല്ലാം ഈ ചട്ടത്തിലാണ്. പിന്നെ കേരള സിവിൽ സർവീസിന്റെ നിയമന അധികാരി കേരള സർക്കാരാണെന്ന് പ്രതിപാദിക്കുന്ന ചട്ടവും ഇത് തന്നെയാണ്. നെക്സ്റ്റ്, പ്രധാന ഭാഗങ്ങൾ. കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ, അപ്പീലിലെ പ്രധാന ഭാഗം. ഭാഗം 2 കൃത്യമായി പറഞ്ഞാണ്. ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2. ഭാഗം 2 ഷെഡ്യൂൾ 1 വരുന്ന എല്ലാ സ്റ്റേറ്റ് സർവീസിൽ ഉൾക്കൊള്ളുന്നത്, ഷെഡ്യൂൾ 2 വരുന്നത് സബോർഡിനേറ്റ് സർവീസിൽ ഉൾക്കൊള്ളുന്ന സർവീസുകൾ. ഭാഗം 3 നിയമന അധികാരികൾ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കേരള സർക്കാരാണെന്നും അതുമായി ബന്ധപ്പെട്ട നിയമന അധികാരികളെ കുറിച്ചൊക്കെ പറയുന്നത് ഭാഗം 3 സെക്ഷൻ 9. ഭാഗം 4 പറയുന്നു സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ. അത്ര ഇമ്പോർട്ടന്റ് അല്ല, പഠിച്ചില്ലെങ്കിൽ സാരമില്ല. ഭാഗം 5 ഡിസിപ്ലിൻ. ഭാഗം 6 അപ്പീലുകൾ. ഇതാണ് കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ ആൻഡ് അപ്പീൽ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം 2 ഭാഗം 2 ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 ഉള്ളത്. അതിൽ ഭാഗം 2 ഷെഡ്യൂൾ 1 വരുന്നതെല്ലാം സ്റ്റേറ്റ് സർവീസ്, ഷെഡ്യൂൾ 2 വരുന്നതെല്ലാം സബോർഡിനേറ്റ് സർവീസ്. ഭാഗം 3 നിയമന അധികാരികളെ കുറിച്ച് പറയുന്നു. ഭാഗം 4 സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പറയുന്നു. ഭാഗം 5 ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നു. ഭാഗം 6 അപ്പീലുകളെ കുറിച്ച് പറയുന്നു. ഓക്കെ. നെക്സ്റ്റ്, കേരള ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾ. 1960 തന്നെ വരുന്ന കേരള ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾ 1960. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ പരാമർശിക്കുന്നത് കേരള ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂളാണ്. പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജസ്റ്റ് വായിച്ചു വിടാം. 67 ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ സംഘടനയിലോ അംഗമാകരുത്, രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന് ഈ പെരുമാറ്റച്ചട്ടത്തിലെ 67ാമത്തെ സെക്ഷനിൽ പറയുന്നു. പെരുമാറ്റച്ചട്ടത്തിലെ 67A പറയുന്നത് എന്താണ്? ഭാരവാഹിത്വം ഏറ്റെടുക്കാൻ പാടില്ല. അതായത് സർവീസ് സംഘടന ഒഴിച്ചുള്ള മറ്റു സംഘടനകളുടെ ഭാരവാഹിത്വം, ട്രസ്റ്റുകളുടെ ഭാരവാഹിത്വം, രാഷ്ട്രീയ സംഘടനകളുടെ ഭാരവാഹിത്വം ഒന്നും ഏറ്റെടുക്കാൻ പാടില്ല. ഇത് കൂട്ടിച്ചേർത്ത് 67A കൂട്ടിച്ചേർത്ത് 2014 ഭേദഗതിയെ തുടർന്നാണ്. 93B ലഹരി പദാർത്ഥങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക നിർവഹണ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഡ്യൂട്ടി സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്ന് 93B പറയുന്നു. ഇമ്പോർട്ടന്റ് ആണ്. 93C ശ്രീധനം. ഇങ്ങനെ ഓർത്തെ, ശ്രീധനം 93C
സ്ത്രീധനം വാങ്ങുവാനോ കൊടുക്കാനോ പാടില്ല എന്ന് പെരുമാറ്റച്ചട്ടം 93C പറയുന്നു. പെരുമാറ്റച്ചട്ടം 93D പറയുന്നു, സർക്കാർ ഓഫീസിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ സർക്കാർ ജീവനക്കാർ പുകവലിക്കാൻ പാടില്ല. ഓഫീസിലിരുന്ന് പുകവലിക്കാൻ പാടില്ല. 93E എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? കുട്ടി. എങ്ങനെയാണ് പറയുന്നത്? കുട്ടി. അപ്പൊ 93E എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കാർ ഉദ്യോഗസ്ഥർ വീട്ടുജോലിക്കായി 14 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള കുട്ടികളെ നിയമിക്കരുത് എന്ന് പരാമർശിക്കുന്നു. 93F ഒരു സർക്കാർ ജീവനക്കാരൻ ജോലി സ്ഥലത്ത് സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതാണ് 93F. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഈ സെക്ഷനിലെല്ലാം ഒന്ന് പരിചയപ്പെടാം. പെരുമാറ്റച്ചട്ടം 1960 കേരള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റച്ചട്ട പ്രകാരം സെക്ഷൻ 67 പറയുന്നു രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല. 67 പറയുന്നു ഭാരവാഹിത്വം പാടില്ല. 93B പറയുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. 93C പറയുന്നു സ്ത്രീധനം വാങ്ങാൻ പാടില്ല. 93D പുകവലിക്കാൻ പാടില്ല. 93E കുട്ടികളെ ജോലിയിപ്പിക്കാൻ പാടില്ല. 93F സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുന്നത് 93F-ലാണ്. അപ്പൊ 60 പെരുമാറ്റച്ചട്ടമായി. ഇനി നമുക്കുള്ളത് 64 PF ചട്ടമാണ്. ജനറൽ പ്രോവിഡന്റ് ഫണ്ട് നിയമം 1964 1964. ജനറൽ പ്രോവിഡന്റ് ഫണ്ട് ചട്ടം നിലവിൽ വന്നത് 64 ഏപ്രിൽ 1-നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് വർഷമാണ് PF? 64 ഏപ്രിൽ 1. ഈ ചട്ടം അനുസരിച്ച് കേരളത്തിൽ ജോലി ചെയ്യുന്ന കേരള സംസ്ഥാന ജീവനക്കാരുടെയും ഹൈക്കോടതി ജഡ്ജിമാരുടെയും അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെയും PF അക്കൗണ്ടുകൾ അക്കൗണ്ടന്റ് ജനറൽ പരിപാലിക്കുന്നു. AG ഓഫീസിൽ. AG's ഓഫീസ് എന്ന് പറയുന്നത് AG ഓഫീസിലാണ് ഇതൊക്കെ നോക്കുന്നത് PF. അപ്പോൾ ഈ പ്രോവിഡന്റ് ഫണ്ട് ചട്ടപ്രകാരം കേരളത്തിലെ എല്ലാ സംസ്ഥാന സർക്കാർ ജീവനക്കാരും PF-ൽ അംഗത്വം എടുത്തിരിക്കണം. ഹൈക്കോടതി ജഡ്ജിമാർ അംഗത്വം എടുത്തിരിക്കണം. ഓൾ ഇന്ത്യ സർവീസ് ഉള്ള ഉദ്യോഗസ്ഥരുടെ PF അവർ ഇവിടെ ജോലി ചെയ്യുമ്പോൾ, ഇവിടെ കേരളത്തിൽ സംസ്ഥാനത്തിൽ ജോലി ചെയ്യുമ്പോൾ PF ഉണ്ടായിരിക്കണം. അത് AG's ഓഫീസിലായിരിക്കും അത് നിയന്ത്രിക്കുന്നത്. അതാണ് PF എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇനി PF-ൽ ചേരാൻ അർഹതയുള്ള കേരള സർക്കാർ ജീവനക്കാർ ആരൊക്കെ? പെൻഷൻ അർഹിക്കുന്ന ഏതെങ്കിലും സേവനത്തിലെ എല്ലാ സ്ഥിര ജീവനക്കാരും, പെൻഷൻ ഉള്ള സർവീസുകാരാണെങ്കിൽ ഉറപ്പായിട്ട് PF-ൽ അംഗം എടുത്തിരിക്കണം. പ്രൊബേഷൻ കാലയളവിലുള്ള ജീവനക്കാർ പ്രൊബേഷൻ കാലയളവ് പൂർത്തിയാക്കുമ്പോൾ PF-ൽ അംഗമായിരിക്കും. ഏതെങ്കിലും സേവനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർ 1 വർഷത്തെ സേവനം പൂർത്തിയാക്കുമ്പോൾ PF-ൽ അംഗമായിരിക്കും. 1 വർഷത്തെ സേവനം പൂർത്തിയാക്കുമ്പോൾ എല്ലാ പാർട്ട് ടൈം ജീവനക്കാരും PF-ൽ അംഗമായിരിക്കും. അപ്പൊ താൽക്കാലിക ജീവനക്കാരും 1 വർഷം പൂർത്തിയാക്കുമ്പോൾ, പാർട്ട് ടൈം ജീവനക്കാരും 1 വർഷം പൂർത്തിയാക്കുമ്പോൾ, പ്രൊബേഷൻ കാലയളവാകുമ്പോൾ, പ്രൊബേഷൻ പൂർത്തിയാവുമ്പോൾ, അല്ലെങ്കിൽ ഇത് PF-ൽ അംഗം എടുക്കുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കിട്ടുള്ളൂ. പിന്നെ പെൻഷൻ അർഹിക്കുന്ന എല്ലാവർക്കും PF-ൽ അംഗമാകാൻ കഴിയും. ക്ലിയർ ആണ്? ഓക്കെ ആണ്? ശരി. അപ്പൊ നമ്മൾ 64 വരെയായി. അതായത് KSSR 58, KSR 59, ക്ലാസിഫിക്കേഷൻ കൺട്രോൾ അപ്പീൽ 60, പെരുമാറ്റച്ചട്ടങ്ങൾ 60, PF 64. ഇതിന് ശേഷമാണ് ഒരു നിയമം വരുന്നത്. ഏത് നിയമം? കേരള പബ്ലിക് സർവീസ് ആക്ട്. ഓക്കെ, ആ ആക്ടിലെ സെക്ഷൻ 3 പ്രകാരം ഈ പറഞ്ഞ എല്ലാ ചട്ടങ്ങൾക്കും നിയമസാധുത കൊടുത്തു. സെക്ഷൻ 2-ൽ എന്ത് പറയുന്നു? പുതിയ ഒരു ചട്ടം രൂപീകരിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. അങ്ങനെ രൂപീകരിച്ച ചട്ടമാണ് KAS. IAS-ന് സമാനമായി കേരളത്തിൽ രൂപം കൊണ്ട സിവിൽ സർവീസാണ് KS എന്ന ആശയം മുന്നോട്ട് വെച്ചത് 97 E. K. Nahar അധ്യക്ഷനായ ഭരണപരിഷ്കാര കമ്മീഷനാണ്. KS രൂപീകരണത്തിന്റെ സാധ്യതാ പഠനത്തിനായി ചീഫ് സെക്രട്ടറി ചെയർമാനായ കമ്മിറ്റിയെ നിയോഗിച്ചത് 2013-ലാണ്. ഓക്കെ, KS-നെ സംബന്ധിക്കുന്ന സ്പെഷ്യൽ റൂൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ശേഷാൽ ചട്ടങ്ങൾ 2017 എന്ന് പറയുന്നു. KS റൂൾസ് എന്ന് പറയുന്നു 2017. വളരെ ഇമ്പോർട്ടന്റ്. വളരെ ഇമ്പോർട്ടന്റ്. KS സ്പെഷ്യൽ റൂൾ 2017 രൂപീകരണത്തിന് അടിസ്ഥാനമായ നിയമം ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചതാണ്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 അതിലെ സെക്ഷൻ 2 ക്ലോസ് 1 പ്രകാരമാണ് KS രൂപീകരിച്ചത്. KS പ്രാബല്യത്തിൽ വന്ന് 2018 ജാനുവരി 1-നാണ്. ഇതും കൂടെ ചേർത്ത് 6 ചട്ടങ്ങളായി. ഈ ചട്ടങ്ങൾക്കെല്ലാം നിയമസാധുത കൊടുക്കുന്നതും അല്ലെങ്കിൽ പുതിയ ചട്ടമായ KS രൂപീകരിക്കാൻ കാരണമായ ഒരൊറ്റ നിയമമേ കേരളത്തിലുള്ളൂ. ആ നിയമത്തിന്റെ പേരാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. വ്യക്തമായി ഞാൻ പഠിപ്പിച്ചതാണ്. കേരള നിയമസഭ പാസ്സാക്കി. ഭരണഘടനയുടെ 309 വകുപ്പ് അനുസരിച്ച്. ഇനി എന്താണെന്നൊന്നും ചോദിക്കല്ലേ, ഈ സെഷൻ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങി. എങ്ങനെ? എന്താണ് 309? ഭരണഘടന 309-ൽ പറയുന്നു സിവിൽ സർവീസ് ജീവനക്കാരുടെ നിയമന, സേവന, വേതന വ്യവസ്ഥകളെ കുറിച്ച് നിയമം നിർമ്മിക്കാൻ പാർലമെന്റിനും നിയമസഭകൾക്കും അധികാരമുണ്ട്. 68-ലെ 19-ാം ആക്ട് എന്നാണ് ഈ ആക്ട് അറിയപ്പെടുന്നത്. 68 സെപ്റ്റംബർ 17-ന് കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്നു. ഈ ആക്ടിലെ സെക്ഷൻ 2 ക്ലോസ് 1 വളരെ ഇമ്പോർട്ടന്റ്. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തു. സർവീസ് ചട്ടങ്ങൾ നിർമ്മിക്കാനും ഭേദഗതി ചെയ്യാനുള്ള നിയമപരമായ അധികാരം കേരള ഗവൺമെന്റിന് നൽകുന്നു. ഏത് നിയമപ്രകാരം? കേരള പബ്ലിക് സർവീസ് ആക്ടിലെ സെക്ഷൻ 2 ക്ലോസ് 1. ഇനി സെക്ഷൻ 3-ൽ എന്ത് പറയുന്നു? 68-ന് മുമ്പ് കേരള ഗവൺമെന്റ് രൂപീകരിച്ച സർവീസ് ചട്ടങ്ങൾക്ക് അവ നിലവിൽ വന്ന തീയതി മുതൽ മുൻകാല പ്രാബല്യം നൽകി ക്രമപ്പെടുത്തിയിരിക്കുന്നു. അതായത് കേരള പബ്ലിക് സർവീസ് ആക്ടിനെ കുറിച്ച് പറഞ്ഞാൽ കേരള നിയമസഭ പാസ്സാക്കിയ സർവീസ് നിയമമാണ് കേരള പബ്ലിക് സർവീസ് ആക്ട്. ഭരണഘടനയുടെ 309-ാം വകുപ്പ് അനുസരിച്ച് പാസ്സാക്കി. 68-ലെ 19 ആക്ട് എന്നറിയപ്പെടുന്നു. സെപ്റ്റംബർ 17-ന് വന്നു. ഇതിലെ സെക്ഷൻ 2-ൽ പറയുന്നു പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കാനും
നിലവിലുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനും സർക്കാരിന് കഴിയുന്നു. ഇത് ഉപയോഗിച്ച് നിലവിൽ വന്ന ഏക ചട്ടം മാത്രമേ ഉള്ളൂ KS 2017 പാസ്സായി 2018 നിലവിൽ വന്നു. പക്ഷേ സെക്ഷൻ 3 പറയുന്നത് എന്താണ്? 68 മുമ്പിൽ വന്ന നമ്മൾ പഠിച്ച KS ആൻഡ് SSR എന്ന ചട്ടം 58, KSR എന്ന ചട്ടം 59, ക്ലാസിഫിക്കേഷൻ, കൺട്രോള് ആൻഡ് അപ്പീൽ 60, അതുപോലെ തന്നെ കോണ്ടാക്ട് റൂൾ 1960, PF റൂൾ 64. ഇതെല്ലാം വന്നത് 68 മുമ്പല്ലേ? ആ മുമ്പ് വന്ന കേരള ഗവൺമെന്റ് രൂപീകരിച്ച സർവീസ് ചട്ടങ്ങൾക്ക് അവ നിലവിൽ വന്ന തീയതി മുതൽ നിയമപ്രാബല്യം നൽകി ക്രമപ്പെടുത്തിയിരിക്കുന്നത് കേരള പബ്ലിക് സർവീസ് ആക്ടിലെ സെക്ഷൻ 3 പ്രകാരമാണ്. ഇതോടുകൂടി വലിയൊരു അധ്യായമായ സംസ്ഥാന സിവിൽ സർവീസ് പൂർത്തിയായിരിക്കുന്നു. ഞാൻ നിങ്ങളെ പല സെഷനുകളിലായിട്ട് ഓരോ പോർഷനും വൃത്തിയായി പഠിപ്പിച്ചു തീർത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണ ഒരു ഉദ്യോഗാർത്ഥിക്ക് പരമാവധി പഠിക്കാൻ പറ്റുന്ന പോർഷൻസ് ഇത്രയേ ഉള്ളൂ. ഇതിന് പുറത്തുനിന്ന് ചോദ്യം ചോദിക്കില്ല എന്നുള്ള വീരവാദമൊന്നും ഞാൻ മുഴക്കുന്നില്ല. പക്ഷേ സാധാരണ ഒരു മനുഷ്യന്, ഒരു മനുഷ്യ ജന്മത്തിന് പരമാവധി നിലവിൽ ഇത്രയേ പഠിക്കാൻ പറ്റൂ. അത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഇതിൽ നിന്നുള്ള മാർക്കുകൾ ഉറപ്പിക്കുക. പിന്നെ അവസാനം പഠിപ്പിച്ച പോർഷനൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ള പോർഷനാണ്, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ഞാൻ പറഞ്ഞുതരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് ഉറപ്പൊന്നുമില്ല. ഓരോരുത്തരുടെ വ്യൂവും ഓരോരുത്തരുടെ ശ്രദ്ധയും ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയും വ്യത്യസ്തമാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങളുണ്ടെങ്കിൽ ഷുവറായിട്ട് കമൻറ്റ് ചെയ്യുക, ലക്ഷ്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഉറപ്പായിട്ടും അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ തരാൻ ശ്രമിക്കും. ഓക്കെ, എല്ലാവിധ ആശംസകളും. നന്ദി.